അൽഫോൻസാമ്മ ജീവിത വിശുദ്ധി കൊണ്ട് അനുകരണീയമായ മാതൃകയാണ്. കേരളത്തിലെ കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്ത് വീട്ടിൽ 1910 ഓഗസ്റ്റ് 19 അന്നക്കുട്ടി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അൽഫോൻസ പൂജാതയായി. അൽഫോൻസായുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് അവളെ വിശുദ്ധിയുടെ സൗമാനത്തിലേക്ക് ഉയർത്തിയത്. യേശുവിന് വേണ്ടി എന്തും സഹിക്കുക, കൂടുതൽ സഹനം ചോദിച്ചു വാങ്ങുക. സഹനത്തിന്റെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട അവൾ വിശുദ്ധ അൽഫോൻസയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധ ഈശോയുടെ ചെറുപുഷ്പം. ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് എൻ്റെ പപ്പയുടെ മുഖത്ത് നോക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മാലാഖയുടെ പോലെയാണ് എന്ന് പറഞ്ഞ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് ഒരു വിശുദ്ധയാകാതിരിക്കാൻ കഴിയുകയില്ലായിരുന്നു. കാരണം വിശുദ്ധ കൊച്ചു ത്രേസ്യ